അപ്പൊ ഇരിക്കേണ്ടത് ആദ്യത്തെ അദ്ദേഹത്തിൽ എന്ന് പറഞ്ഞ ഇരുത്തം. നേരത്തെ ഞാൻ പറഞ്ഞു ഇഫ്തിറാഷിന്റെ ഇരുത്തം ഇരിക്കേണ്ട ഒരു സമയമാണത്. അതുവരെ നമുക്ക് ഇങ്ങനെ മാനദണ്ഡം വെച്ച് നമ്മൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ വളരെ സിമ്പിളാണ്. അപ്പൊ തവറുക്കിന്റെ ഇരുത്തം ഇരിക്കുക എന്നതാണ്. രണ്ടാമത്തേത് കൈ വെക്കുന്നത്. നേരത്തെ നമ്മൾ സുജൂദിന്റെ ഇടയിൽ ഇരിക്കുന്ന അവസരത്തിൽ കൈ വെക്കുമ്പോൾ പറഞ്ഞ മുട്ടിനോട് ചേർത്താണ് വെക്കേണ്ടത്, ഇങ്ങോട്ട് താഴോട്ടല്ല വെക്കേണ്ടത്. ഇങ്ങനെ വെച്ചെങ്കിൽ എന്താ ശ്രദ്ധിക്കണം. ഇങ്ങനെ വെച്ചെങ്കിൽ നമുക്ക് എന്ത് ഉണ്ടാവുള്ളൂ? കിബിലയിലേക്കായി വെക്കും. ഇങ്ങനെ വെച്ചാൽ നേരെ താഴോട്ടാവുക. അവിടെയും ശ്രദ്ധിക്കണം. അദ്ദേഹത്തിലിരിക്കുന്ന അവസരത്തിൽ കൈ ഇങ്ങനെ വെച്ച ഉടനെ വലത് 10, 20, 30, 40, 50 ഓരോ വിരലുകളും 10 പിന്നെ 1 53 1 2 3 ഇതിലെ 53ന്റെ കെട്ടി. അപ്പൊ അത്തഹിയാത്തിലേക്ക് ഇരുന്നാൽ ഒരു സുന്നത്തം പലർക്കും അത് കിട്ടാതെ പോകുന്നുണ്ട്. ആ സുന്നത്ത് അത്തഹിയാത്തിലേക്ക് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇങ്ങനെ പിടിക്കണം. ഉടനെ ഇങ്ങനെ പിടിക്കണം. ഉയർത്തേണ്ട അങ്ങനെ പിടിക്കണം. കുറച്ച് സമയം പറയുന്നുണ്ട് സർക്കസ് അറിയാത്തതും വീണു നല്ല ശ്രദ്ധിക്കണം. ഈ പിടുത്തം അങ്ങനെ പിടിക്കണം. മനസ്സിലായി? ഈ പിടുത്തം പിടിച്ചങ്ങനെ താഴ്ത്തിയിടാൻ. എന്നിട്ട് ഇല്ലല്ലാ എന്ന് പറയുമ്പോൾ ഇല്ല ഉയർത്താൻ. അപ്പോഴാണ് ഉയർത്തേണ്ടത്. ഇല്ലല്ലാഹ് ഉയർത്തേണ്ടത്. അതായത് അഷ്ഹദു അല്ലാ ഇലാഹ പറയുമ്പോൾ ചിലർ ഉയർത്തും. അങ്ങനെ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന അവസരത്തിലാണ് ഉയർത്തേണ്ടത്. ചില ആളുകൾ കൈ ഇങ്ങനെ അനക്കും. അനക്കാറില്ല. അനക്കം ഇല്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിരുന്നു എന്ന് തഹറക എന്നൊരു ലഫ്ദുണ്ട്. അത് തെറ്റിദ്ധരിച്ചതാണ്. ശരിക്കും റഫഅ എന്നുണ്ട്. റഫഅ എന്ന ഉയർത്തി, തഹറക ചലിപ്പിച്ചു. ആ ചലിപ്പിച്ചു എന്നുള്ളതിന്റെ ഉദ്ദേശം നേരത്തെ ഇങ്ങനെ താഴ്ത്തി വെച്ച് പൊക്കി എന്നെ അർത്ഥമുള്ളൂ. ഇമാം നബവി റളിയല്ലാഹു അൻഹു അത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നോക്ക്, അങ്ങനെ തന്നെയാണ് ചലിപ്പിക്കാതെ നടക്കേണ്ടതെന്ന് നമുക്ക് വേറൊരു വിഷയത്തിൽ കൂടെ കിട്ടും. കാരണം നിസ്കാരം മുഴുവൻ സൈലന്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അല്ലെ? തുമുഇനീനത്താണ് വേണ്ടത്, അടക്കമാണ് വേണ്ടത്. പിന്നെ അത്തഹിയാത്തിലിരുന്ന് ഇങ്ങനെ ഒരു കളി കളിച്ചാൽ ശരിയാവും? പറ്റൂല. മറ്റു മദ്ഹബിനകത്ത് പറയുന്നുണ്ട്, അത് അവർക്ക് വ്യാഖ്യാനങ്ങളുണ്ട്. ചെയ്യുന്ന സൗദിയിലൂടെ ഇനി വേറൊരു കാര്യം പറഞ്ഞത്, സൗദിയിൽ മൊത്തം ഇവിടെയൊക്കെ പോകുമ്പോ പലതും നമ്മൾ കാണും. അപ്പൊ നിങ്ങൾ ഇറാഖ് പോയാൽ അതിലേറെ കാണും. സൗദി പോകുന്നത് മാത്രമല്ല കാണാൻ. ഒലക്ക തൊപ്പിട്ട് തന്നെ നിസ്കരിക്കുക, ഒരു കല്ലും വെച്ച് നിസ്കരിക്കുക. അപ്പൊ നമ്മൾ അവിടെ ഇവിടെ പോകുന്നതല്ല, നമുക്കൊരു മതം കിട്ടും. ആ മതം അനുസരിച്ച് നമ്മൾ പറയും, അതനുസരിച്ച് നമ്മൾ ജീവിക്കും. അപ്പൊ ഈ വേറൊരു മതം നമുക്ക് മാറണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മാറിയാൽ മതി, പ്രശ്നമില്ല. മനസ്സിലായി? അപ്പൊ ഷാഫി മതം അനുസരിച്ച് നടക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ഇളക്കിയാൽ ബാത്തിലാവുന്നതാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇളക്കിയില്ല എങ്കിൽ ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇളക്കിയില്ലെങ്കിൽ നിസ്കാരം സഹിയാവില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇളക്കിയില്ലെങ്കിൽ നിസ്കാരം സഹിയാവില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. പിന്നെ ഇളക്കേണ്ട ആവശ്യമില്ല. ഇളക്കിയാൽ ബാത്തിലാവെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ഇളക്കേണ്ടതില്ല. അപ്പൊ അത് വളരെയധികം ശ്രദ്ധിക്കണം. അപ്പൊ കൈ ഉയർത്തുന്നതിന് മുമ്പ് വെക്കേണ്ട സുന്നത്ത് നഷ്ടപ്പെട്ടു പോയത്, അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെ പിടിക്കണം, ഇങ്ങനെ പിടിക്കണം. എന്നിട്ട് ഇല്ലല്ലാഹ് പറയുമ്പോൾ ഉയർത്താം. ഈ 53ന്റെ കെട്ടിൽ പിടിക്കണം. ഇനി അതുപോലെ തന്നെ സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ